ഇതെന്തോ കേരളത്തിൽ കാവ്യവൽക്കരണം നടക്കാൻ പോകുന്നു, കേരളത്തിലെ സ്കൂളുകൾ കാവ്യവൽക്കരിക്കാൻ പോവുകയാണ്. ഇനിയിപ്പോൾ കേരളത്തിൽ സ്കൂളുകളിൽ സിലബസിൽ പഠിപ്പിക്കുന്ന മുഴുവൻ RSSുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ ഈ ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഒരു തരത്തിൽ ആശങ്കാകുലരാക്കുകയും അതിലൂടെ അവരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ഞങ്ങളിതാ റെസിസ്റ്റ് ചെയ്യാണ്, ഞങ്ങൾ RSSന്റെ അജണ്ടയെ ഞങ്ങളാണ് എതിർക്കുന്നത് എന്ന് CPM-ഉം LDF-ഉം ഇപ്പോൾ കോൺഗ്രസും പറയുന്നത് ഞങ്ങളാണ് RSSന്റെ ഈ കാവ്യവൽക്കരണത്തെ എതിർക്കുന്നത്. എന്ത് കാവ്യവൽക്കരണം? പഠിക്കേണ്ടത് പഠിക്കും കൃത്യമായിട്ട് തന്നെ കുട്ടികൾ. ഇതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 2 തലങ്ങളിലുള്ളവരെ സൃഷ്ടിക്കുകയാണ്. അതായത് ഒന്ന്, ഞാൻ KV പഠിച്ചതുകൊണ്ട് മാത്രം മികച്ച ആളാവെന്ന് പറയില്ല, പക്ഷേ അവരുടെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ് അതൊരു ഭാഗം തന്നെയാണ്. അവൻ പഠിക്കുന്നത് ഇവിടെ, അവൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത് ഇവിടെ 12ാം ക്ലാസ്സിൽ പഠിക്കേണ്ട ഗതികേടാണ്. അപ്പോൾ അത്രത്തോളം ഈ കുട്ടികൾ സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന കുട്ടികൾ പുറകോട്ട് പോകുന്നു. അവനൊരു നാഷണൽ ലെവലിലോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ലെവലിലോ ഉള്ള ഒരു മത്സര പരീക്ഷയിൽ അവൻ പിന്നോട്ട് പോകുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ കേരളത്തിൽ ഈ കുട്ടികളുടെ ഇടയിൽ ഒരു അസന്തുലിതാവസ്ഥ, അതായത് 2 തട്ടുകൾ സൃഷ്ടിക്കുന്നു. കഴിവുള്ളവരും കഴിവില്ലാത്തവരും. കഴിവില്ലാത്തത് കൊണ്ടല്ല, ജന്മന കഴിവില്ലാത്തതുകൊണ്ടല്ല, അവൻ്റെ കഴിവ് പരിപോഷിക്കാൻ ഉള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട് 2 തലത്തിലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നു, യുവത്വത്തെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ഇതിൽ രാഷ്ട്രീയമാണ് ഏറ്റവും വലുത്. ഇതിൽ മറ്റൊന്നുമല്ല, വോട്ട് ബാങ്കാണ്. അധികാരം പിടിക്കാൻ ആരെയൊക്കെ പ്രീണിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയ ശ്രമമാണ്. അതിന് ബലിയാടാകുന്നത് കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന പുതുതലമുറയാണ്, വിദ്യാർത്ഥികളാണ്. നാളെയുടെ വാഗ്ദാനമാകേണ്ട, നാളെ ഇന്ത്യ കെട്ടിപ്പടുക്കേണ്ട ആളുകളെ ഇന്നേ നശിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇവിടെ നടത്തുന്നതിൽ യാതൊരു സംശയവുമില്ല.